ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 224 സെഷനാണല്ലോ ഇത്. നമ്മൾ ഒന്നാം കൽപ്പലകയെ പറ്റി പ്രത്യേകമായിട്ട് എടുക്കുന്ന വിചിന്തനങ്ങളുടെ 8ാമത്തെ സെഷനും. ഇന്നത്തെ പരിചിന്തനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ നവംബർ മാസത്തിലെ ലഘുപുസ്തക പരമ്പരയിലെ പുസ്തകങ്ങൾ 2 ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 17ാമത്തെ നമ്പർ, സാത്താന് കൊല്ലാനും സാധിക്കുമെന്നോ. എൻ്റെ ജപാരണ ശുശ്രൂഷയില് സാത്താൻ്റെ ഇടപെടൽ മൂലം ജീവൻ നഷ്ടപ്പെടാൻ ഇടവന്ന 2 കുഞ്ഞുങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ സാത്താൻ്റെ ഇടപെടൽ പരിഹരിക്കാൻ സാധിച്ചപ്പോൾ ആ ദമ്പതികൾക്ക് വീണ്ടും കുഞ്ഞുങ്ങൾ ജീവനോടെ കിട്ടി ഒരു ബഹിഷ്കരണ ശുശ്രൂഷയിലൂടെ. അതേപ്പറ്റിയുള്ള സംഭവം, വിവരണങ്ങൾ, വിശദാംശങ്ങൾ, അവരുടെ ഫോട്ടോയും പേരും എല്ലാം സഹിതം അവർ അനുവദിച്ചിട്ടാണ് ഈ പുസ്തകത്തിൽ പങ്കുവെക്കുകയാണ്. മറ്റൊന്ന്, സാത്താനെ ശ്രദ്ധിക്കാതെ ബൈബിൾ മനസ്സിലാകില്ല. 18ാമത്തെ പുസ്തകമാണിത്. സാത്താനെ പറ്റി ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു വേണ്ടാത്ത കാര്യമായിട്ടും വില കുറഞ്ഞ കാര്യമായിട്ടും ചീപ്പായിട്ടും ഒരു താറാ വിഷയമായിട്ടൊക്കെ പല, പ്രത്യേകിച്ച് ദൈവശാസ്ത്രത്തിൽ ആഴപ്പെട്ട പല വ്യക്തികളും കരുതുന്നത്. അവർ ബൈബിൾ അപഗ്രഥിക്കുമ്പോൾ പിശാചിനെ കുറിച്ചുള്ള പരാമർശന ഭാഗം എല്ലാം മൊത്തത്തിൽ ഒഴിവാക്കുന്നതിന് പലപ്പോഴും കാണാനായിട്ട് പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുൻവിധികളൊന്നുമില്ലാതെ ബൈബിളിനെ സമീപിച്ചാൽ ഈ സാത്താൻ, പിശാച് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ ഒഴിവാക്കിയാൽ ബൈബിൾ മനസ്സിലാക്കാനേ പറ്റത്തില്ല. അതേക്കുറിച്ച് വ്യക്തത തരുന്ന വളരെ ലളിതമായ കൃത്യമായ ചില ബൈബിൾ വിശകലനങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. ഇത് നവംബറിലെ പുസ്തകങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ പുസ്തകങ്ങൾ ഡിസംബറിലെ പുസ്തകങ്ങൾ പ്രസിലോട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ഡിസംബറിലെ പുസ്തകങ്ങൾ ഉടനെ തന്നെ നമുക്ക് ലഭ്യമാകും. അങ്ങനെ 20 പുസ്തകങ്ങൾ നമ്മൾ ക്രിസ്തുമസിന് 2000 പേർക്ക് ക്രിസ്തുമസ് സമ്മാനമായിട്ട് കൊടുത്തുകൊണ്ട് 2020 ആണ്ടിലെ ക്രിസ്തുമസ് തമ്പുരാൻ്റെ മുമ്പിലുള്ള ഒരു വലിയ നന്ദിയുടെ പ്രകടിപ്പിക്കലായിട്ട് ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ഈശോ ഭൂമിയിലേക്ക് വന്നതിൻ്റെ 2020 ആണ്ട് വാർഷികമാണ് ഈ വർഷത്തെ ക്രിസ്മസ്. അപ്പോൾ നമുക്ക് 20 പുസ്തകങ്ങൾ പൂർത്തിയാവുന്നവർ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 2000 പേർക്ക് 20 പുസ്തകങ്ങൾ കൊടുത്തുകൊണ്ട് ഈശോ ഭൂമിയിലേക്ക് വന്ന പിശാചിന്റെ പ്രവൃത്തി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിശാച് എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഏറ്റവും ബോധ്യമുണ്ടായിരുന്ന വ്യക്തി ഈശോ തന്നെയാണ്, ദൈവം തന്നെയാണ്. അവിടെ അവിടുന്ന് അതിനുവേണ്ടി തന്നെ ഭൂമിയിലേക്ക് വന്നു. അത് ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ടും കുരിശിൽ മരിച്ചുകൊണ്ടുമാണ് ഈശോ നേടിയെടുത്ത വിജയം. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന ഈ പുസ്തക പരമ്പര ഈശോയുടെ ആ ഒരു ആഗമനോദ്ദേശം ക്രിസ്തുമസുമായിട്ട് നേരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം
ഈ സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരുങ്ങുന്നത്. നമ്മൾ 2000 പേര് അതിന് സമ്മാനം സ്വീകരിക്കാൻ, ഒരു പക്ഷേ ഇത് സ്വീകരിക്കാനായിട്ട് താല്പര്യമുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരുടെ അഡ്രസ്സ് തരാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. 2500-ലധികം അഡ്രസ്സുകൾ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. കൃത്യം നമ്പർ എൻ്റെ വന്നിട്ടില്ല. ഏതെങ്കിലും നിങ്ങൾ ഇനി ആർക്കെങ്കിലും ഈ പുസ്തക സമ്മാനമായിട്ട് ക്രിസ്മസിന് എത്തിക്കുറിച്ച് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്രസ്സ് തരാൻ ഒരു 10-400 പേർക്കൂടെ അഡ്രസ്സ് ഇനിയും എത്താനായിട്ടുണ്ടാവും. ഈശോ വിവാഹ വിരുന്നിൻ്റെ മുമ്പ് പറയല്ലേ, വിരുന്നൊരുക്കി ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ അവർക്കെല്ലാം തിരക്കാണ്. അപ്പം ഉടമസ്ഥൻ അല്ലെങ്കിൽ രാജാവ് പറഞ്ഞു ജോലിക്കാരോട് നിങ്ങൾ വഴിയിൽ പോയി കാണുന്നവരെ എല്ലാം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചോണ്ട് വന്നു. എന്നിട്ടും പിന്നെ ഈ വിവാഹ വിരുന്നുശാല നിറഞ്ഞില്ല. അപ്പൊ വീണ്ടും പറഞ്ഞു വിട്ട് ഇടവഴികളിലും തെരുവഴികളിലും എല്ലാം ചെന്നിട്ട് പിന്നെ മുടന്തര അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാം, എൻ്റെ ശാല നിറയട്ടെ. ദൈവം സമൃദ്ധമായിട്ടാണ് ഒരുക്കുന്നത്. ഞാൻ അവർക്കാരും നമ്മൾ 2000 പേർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഒരു 1500 പേരാണ് ഇപ്പോൾ അഡ്രസ്സ് കിട്ടിയിരിക്കുന്നത്. അത് ഒരല്പം കൂടെ അഡ്രസ്സ് കിട്ടാനായിട്ടുണ്ട്. നിങ്ങൾക്കത് ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നത് അനുഗ്രഹമായിരിക്കും. കിട്ടിയ താല്പര്യത്തോടെ വായിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി കുറച്ച് പേരുടെ അഡ്രസ്സോട് നിങ്ങൾക്ക് അയച്ചു തരാം. അഡ്രസ്സ് കൃത്യമായിട്ട് നിങ്ങളത് ടൈപ്പ് ചെയ്ത് വൃത്തിയായിട്ട് ടൈപ്പ് തന്നെ ചെയ്ത് ഇതിന് അവസാനം ഫീഡ്ബാക്കിന് കൊടുത്തിരിക്കുന്ന 91 അവസാനിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, 91 അവസാനിക്കുന്ന നമ്പർ, അതായത് 99 47 11 44 91, ആ നമ്പറിലേക്ക് SMS ആയിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നിങ്ങൾ അഡ്രസ്സ് കൃത്യമായിട്ട് പിൻകോഡും ആർക്ക് അയക്കുന്ന അവരുടെ ഫോൺ നമ്പർ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെയർ ഓഫ് ഫോൺ നമ്പർ വെച്ചുകൊണ്ട് അയച്ചു തരിക. 14 അഡ്രസ്സും കൂടെ നമുക്ക് കിട്ടാനായിട്ട് ആവശ്യമുണ്ട്. തമ്പുരാന്റെ പദ്ധതിയാണ്. അതങ്ങനെ സഹകരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. സാമ്പത്തികമായിട്ടും സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ദശാംശത്തിൽ മാറ്റി വെക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അതേപ്പറ്റി ചിന്തിക്കുക. അത് നല്ലതാണ്. ദൈവരാജ്യത്തിൻ്റെ ഈ പ്രഘോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ. ആ കാര്യങ്ങൾ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഈ സെഷനുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായ ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാന കാര്യങ്ങളാണല്ലോ. തൃത്വത്തിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രൂപം എന്തായിരിക്കണം എന്നൊരു ആശയം നമ്മൾ എടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ മോഡല് ത്രിത്വിക ദൈവമാണ്, അവിടുത്തെ ജീവിതമാണ്, തൃത്വത്തിലെ ആന്തരിക ജീവിതമാണ്. കാരണം അവിടുത്തെ സദൃശത്തിലും ഛായയിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ത്രിത്വിക ദൈവത്തിന്റെ ജീവിതം എങ്ങനെയാണ്, പരസ്പര ബന്ധം എങ്ങനെയാണ്, അവരെന്താണ് ആയിരിക്കുന്നത്, അതേപ്പറ്റി നമുക്ക് എന്തുമാത്രം അറിയാൻ സാധിക്കുന്നുവോ അതനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടതെന്നതിന് വ്യക്തത കിട്ടും. നമുക്കങ്ങനെ ആകുവാനുള്ള നമ്മുടെ പരിശ്രമമാണ് ആത്മീയ ജീവിതം. അത് നമുക്ക് വ്യക്തമായൊരു ദിശാബോധം ഉണ്ടാവും, കരുത്ത് വരും. അങ്ങനെ നമ്മൾ ത്രിത്വിക ദൈവത്തിന്റെ ആ ഒരു സാദൃശ്യത്തില് രൂപാന്തരപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിന് യോഗ്യരായിട്ട് ഭവിക്കുന്നതും. 10 കൽപ്പന മുഴുവന്റെ ഉദ്ദേശവും നമ്മളെ ഈ സ്വർഗത്തിന് യോഗ്യരായി അനുയോജ്യരായിട്ട് തീർക്കുക എന്നുള്ളതാണ്. നമ്മളതേപ്പറ്റി കണ്ടുവരികയാണല്ലോ. അതിന്റെ ബാക്കിയായിട്ടാണ് ഈ കാര്യം. ഇതല്പം ഞാനിടെ ആവർത്തി സൂചിപ്പിച്ച കാര്യമാണ്. അല്പം ഗഹനമായ കാര്യമായിട്ട് തോന്നാമെങ്കിലും ഈശോയാണ് ഈ ത്രിത്വിക ദൈവത്തെക്കുറിച്ച് ഒരു ആശയം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. ഈശോ അത് ഗഹനമായ ഒരു വാക്കും ഒരു ആശയം ഒന്നും ഉപയോഗിച്ചുകൊണ്ടല്ല പറഞ്ഞു. വളരെ ലളിതമായിട്ടാണ് ഈശോ ഈ ത്രിത്വിക ദൈവത്തെ അവതരിപ്പിച്ചത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ പറ്റിയും ഈശോ അത് അവതരിപ്പിക്കുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാടിലാണ്. നമ്മളതിനെ ഒരു ബൗദ്ധികമായിട്ട് വിശകലനം ചെയ്യാൻ നോക്കിയാൽ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അതിനെ വളക്കാൻ നോക്കി ദൈവശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കിയെടുക്കാനൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാകുന്ന കാര്യമല്ല എളുപ്പത്തിലൊന്നും. അവിടെ നമ്മൾ അതിലേക്കൊന്നും ഒത്തിരി സമയം ചെലവഴിക്കുന്നില്ല. അതൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാർ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപ്പറ്റി ആ രീതി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഒരു 250 മുതലുള്ള ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ വായിച്ചു വന്നു കഴിഞ്ഞാൽ അതേപ്പറ്റിയുള്ള 250 കുറച്ച് മുമ്പ് മുതലുണ്ടത് 232 മുതലാണ് ഈ ത്രിത്വിക ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം നമ്മുടെ സഭയുടെ മതബോധന ഗ്രന്ഥം നൽകുന്നത്. അത് വായിച്ചു വന്ന അത്യാവശ്യം കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലും ആഴപ്പെട്ട് വേണമെന്നുള്ളവർക്ക് ആ മതബോധനത്തെ പ്രതിപാദനങ്ങളുടെ അടിയിൽ സൂചികകൾ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം എടുത്തിട്ട് അത് വായിച്ചാലും കൂടെ ആഴപ്പെട്ട് കിട്ടാൻ പറ്റും. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുകയല്ല. നമ്മളൊരു ആത്മീയ ജീവിതത്തിന് ഉപകരിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഈശോയ്ക്ക് തൃത്വം എന്ന് പറയുന്നത് ഒരു ജീവിത അനുഭവത്തിന്റെ ഭാഗമായിരുന്നു. പിതാവിനെ ഈശോ അനുഭവിച്ചു, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചു, താൻ തന്നെ ആ കൂട്ടായ്മയിലായിരുന്നു. അങ്ങനെ ഒരു ത്രിത്വിക ദൈവ കൂട്ടായ്മ അത് ഈശോ സ്വർഗത്തിൽ അനുഭവിച്ചിരുന്നു. ഇപ്പൊ പൂർണ്ണ മനുഷ്യനായിട്ട് ഈശോ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ ദൈവമാണ് എന്ന് ഈശോയ്ക്ക് അതേപടി
തെളിച്ച് നല്ല വ്യക്തതയിൽ അറിയില്ലായിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ദൈവശാസ്ത്രപരം പറയുന്നത് അങ്ങനെ, കാരണം എങ്കിലേ പൂർണ്ണ മനുഷ്യനാകുള്ളൂ. മനുഷ്യന്റെ പരിമിതികളിലേക്ക് ഈശോ വന്നപ്പം ഈശോയ്ക്ക് വന്നു ഭവിച്ച ഒരു പരിമിതിയാണ് താൻ രണ്ടാമത്തെ ആള് ആയ ദൈവമാണ് എന്നുള്ള ഒരു പൂർണ്ണ അവബോധം ഈശോയ്ക്ക് ഇല്ലായിരുന്നു. കാരണം മനുഷ്യന്റെ പരിമിതിക്കകത്തോട് വന്നതുകൊണ്ട് അത് നേരത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈശോ ജീവിച്ചു പോകുമ്പോൾ പോലും പക്ഷെ ആന്തരികമായിട്ട് ഈശോയ്ക്ക് പിതാവുമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടും നല്ല അടുപ്പം അനുഭവപ്പെട്ടിരുന്നത്. കാരണം ഉള്ളാലെ ഈശോ ദൈവമാണ്. അതുകൊണ്ടാണ് മറ്റു യഹൂദരൊക്കെ ദൈവത്തെ ഇങ്ങനെ ഭയത്തോടെ നോക്കി അകലെ നിന്നുകൊണ്ട് ദൈവമേ എന്ന് പേര് പോലും പറയാൻ പേടിച്ചിട്ട് കർത്താവേ, അദോനായി, യാഹോവേ എന്ന് പറയാണ്. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈശോ ഈ ദൈവത്തിന്റെ പക്കലേക്ക് വരുമ്പം അബ്ബ, പപ്പ, ചച്ച, ഇച്ചാച്ച എന്നിങ്ങനെ വിളിക്കുന്ന നല്ല അടുപ്പം അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഈശോ അനുഭവിച്ച അനുഭവമാണ് നമുക്ക് പങ്കുവെച്ച് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഈശോയാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അവിടുത്തെ ഏകജാതനായ, അവിടുത്തെ ഒരു ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ തന്നെ, ദൈവം തന്നെയായ പുത്രൻ അവിടെ നമുക്ക് വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 1:18 വാക്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വെളിപ്പെടുത്തലാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. ആ വെളിപ്പെടുത്തൽ വഴി ദൈവം ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ ത്രിത്വൈക ദൈവത്തിന് അനുയോജ്യരായിട്ട് നമ്മൾ ഭവിക്കുക എന്നുള്ളതാണ്. സഭയുടെ മതവാദ 257 ഖണ്ഡികയില് നമ്മൾ വായിക്കുകയാണ്, നമ്മെ യേശുക്രിസ്തുവിലൂടെ ദത്തുപുത്രരാക്കുവാൻ അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. അതായത് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിലൂടെ, നമുക്കറിയാം റോമ 14 പരാമർശനം, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിലൂടെ തന്റെ പുത്രന്റെ പ്രതിച്ഛായക്ക് നമ്മെ അനുരൂപരാക്കുവാൻ അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. തൻ്റെ പുത്രന്റെ പ്രതിച്ഛായക്ക് അനുരൂപരാക്കാൻ. അപ്പം പുത്രൻ ദൈവമാണ്. ത്രിത്വൈക ദൈവത്തിലെ 3 വിധത്തിൽ ഒരാളാണ്. ആ ഒരാളായിരിക്കുന്ന പുത്രൻ മനുഷ്യനായി വന്നിട്ട് ആ മനുഷ്യൻ ആ ദൈവിക സാദൃശ്യത്തിന് പ്രതിച്ഛായക്ക് ചേർന്ന രീതിയിൽ ഭൂമിയിൽ ജീവിച്ചു. പിലാത്തോസ് പറയൽ ഇതാ മനുഷ്യൻ, എച്ചെ ഹോമോ. അതേപ്പറ്റി ഒരു വ്യാഖ്യാനം പിതാക്കന്മാർ പറയുന്നത് ഇതാണ് മനുഷ്യൻ, ഇതാ മനുഷ്യൻ എന്ന് പിലാത്തോസ് പറഞ്ഞു. കെട്ടുപൊട്ടും തിരിയാതെ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ ആഴം എന്താണ്? ഇതാണ് മനുഷ്യൻ ആയിരിക്കേണ്ട സ്ഥിതി, അവസ്ഥ. ഇതുപോലെ ആയിരിക്കണം പൂർണ്ണതയുള്ള ഒരു വ്യക്തി. അത് ദൈവത്തിന്റെ പ്രതിച്ഛായക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്ന ആ പുത്രന്റെ പ്രതിച്ഛായ, അതാണ് അവിടെ പിലാത്തോസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനോട് നമ്മളെ അനുരൂപരാക്കുക. അതാണ് പരിശുദ്ധാത്മാവ് സഭയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ അവിടെ നമ്മളെ സഹായിക്കുന്നു. ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര ആത്മാവിനെ. ഈ ആത്മാവ് നമുക്ക് സാക്ഷ്യം നൽകുന്നു, നാം ഈശോയോട് ചേർന്ന് ദൈവത്തിന്റെ മക്കളാണ്, മക്കളെങ്കിലും അവകാശികളുമാണ്. അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിന്റെ രീതികളോട് നമ്മളെ അനുരൂപരാക്കുക. അതാണ് പരിശുദ്ധാത്മാവ് സഭയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മുഴുവനും. നമ്മൾ ഞായറാഴ്ച സാബത്തിന്റെ കണ്ട ഞായറാഴ്ച നമ്മൾ സ്വർഗീയ ആരാധന പങ്കുചേർന്ന് സ്വർഗീയരായിട്ട് രൂപാന്തരപ്പെടാൻ നോക്കുകയാണ്. അതിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും അനുശാസനങ്ങളുമാണ് 10 കൽപ്പനയ്ക്ക് മുഴുവൻ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാര്യം മൊത്തത്തിലുള്ള ഒരു സമഗ്രമായ ഒരു വീക്ഷണം ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്. പലപ്പോഴും നമ്മൾ ബൈബിളിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഓരോ കഷ്ണം പെറുക്കിയെടുത്ത് ഓരോ സംഭവം പെറുക്കിയെടുത്തു അതിനെ വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് പ്രസംഗിച്ച് പോകുമ്പോൾ നമുക്ക് വഴി തെറ്റിപ്പോകാൻ ഇടയുണ്ട്. ബൈബിളില് ഒറ്റ വെളിപ്പെടുത്തലാണ്, ഒരൊറ്റ ദൈവമാണ്, ദൈവത്തിന്റെ ഒറ്റ പ്രവൃത്തിയാണ്. അതാണ് ബൈബിൾ മുഴുവനും കാണുന്നത്. ഇപ്പൊ തന്നെ ഞാൻ പറയുകയുണ്ടായല്ലോ, സാത്താനെ മാറ്റിവെച്ചാൽ, സാത്താൻ ശ്രദ്ധിക്കാതിരുന്ന ബൈബിൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബൈബിളിന്റെ ആരംഭം അവസാനം ആമുഖവും കൺക്ലൂഷനും എല്ലാം ഇത് നല്ലപോലെ കാണിച്ചു തരുന്നത്. എൻ്റെ അടുത്ത പുസ്തകം ഇതിന്റെ ബാക്കി പറയുന്നുണ്ട്. അപ്പൊ അതിൽ നല്ല വ്യക്തത വേണം. പോളാറാം പാപ്പ പറഞ്ഞു, നമുക്കൊരു ക്രൈസ്തവമായ കാഴ്ചപ്പാട് വേണം നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും എല്ലാം. എങ്കിലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. ഈ ഒരു സമഗ്രമായ കാഴ്ചപ്പാടില്ലാതെ ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം എടുത്ത് വെച്ചുകൊണ്ട് അതിനെ ആഘോഷിച്ചങ്ങ് പോകുമ്പോൾ അത് വചനം തന്നെയാണെന്ന് പറഞ്ഞാലും അത് ദൈവം ഉദ്ദേശിക്കുന്നതായ ഒരു പ്രാധാന്യവും പ്രസക്തിയും അതിൻ്റെ റെലവൻസ് സാങ്കത്യം നമുക്ക് തിരിയാതെ പോയെന്ന് വരും. അങ്ങനെ തിരിയാതെ വന്നിട്ട് അതിനെ ആഴപ്പെട്ട് അതിലൂടെ പോയാൽ അതൊരു വഴിതെറ്റലായി പോകും. അങ്ങനെ നമ്മൾ അനേക സഹോദരങ്ങൾക്ക് വഴിതെറ്റി പോകുന്നുണ്ട്, വചനത്തിന്റെ സമഗ്രത കാണാൻ പറ്റാതെ. അപ്പൊ ഇവിടെ ഈ 10 കൽപ്പനകളിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശോയുടെ പ്രതിച്ഛായയ്ക്ക് അനുരൂപരായി പിതാവിന് ചേർന്ന മക്കളായിട്ട് തീരുക. അങ്ങനെ നിങ്ങൾ സ്വർഗ്ഗസ്ഥനായ പിതാവിന് മക്കളായിട്ട് തീരും. ഈശോ നമുക്കറിയാം, മത്തായി 5:43 മുതൽ വാക്യം വായിക്കുമ്പോൾ നമ്മളെ പിതാവിന് ചേർന്ന മക്കളാക്കി തീർക്കാൻ. അതാണ് 10 കൽപ്പനയുടെ ഉദ്ദേശം. അപ്പൊ നമുക്ക് ഈ ത്രിത്വക ദൈവത്തെക്കുറിച്ചുള്ള അവബോധം, ഈശോ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്
ഈശോ എപ്പോഴും പഠിപ്പിക്കുമ്പം ആ സ്വർഗത്തിൽ താൻ അനുഭവിച്ചിരുന്ന കാര്യങ്ങളുടെ ഓർമ്മയിൽ നിന്നും വ്യക്തതയിൽ നിന്നാണ് പഠിക്കും. പിതാവ് എന്നെ സ്നേഹിച്ചവർ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സന്തോഷം പൂർണ്ണമാകാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. സമാധാനം, സന്തോഷവും സ്നേഹവും എല്ലാം ഈശോ സ്വർഗത്തിന് പിതാവിനോട് അനുഭവിച്ചതാണ്. യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തില് ഈശോ പറയുന്നുണ്ടല്ലോ, അങ്ങനെക്ക് നൽകിയ മഹത്വം അത് അനുഭവിക്കാനായിട്ട് ഈ മക്കളും എന്നോടൊപ്പം നിത്യതയിൽ നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 24-ാം വാക്യം യോഹന്നാൻ 14-17. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി, അങ്ങനെക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവര് എന്നോടുകൂടെ ആയിരിക്കണം, അത് കാണാൻ, വെറുതെ കണ്ടു നിൽക്കാനുള്ള, അനുഭവിക്കാൻ, സ്വന്തമാക്കാൻ. അതെവിടെയാണ്? സ്വർഗഭവനത്തിലെ ത്രിത്വക ദൈവത്തിലാണ്. ഇപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈശോ അനുഭവിച്ചിരുന്ന മഹത്വമാണ്. അത് വിട്ടിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. ഫിലിപ്പിയർ 2:1 വാക്കുകൾ പറയുന്ന പോലെ ദൈവത്തോടെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് മനുഷ്യനായി, ദാസനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നു. സ്വയം ശൂന്യനാക്കി മരണത്തോളം അനുസരണമുള്ളവനായി നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഈശോയ്ക്ക് ആ പിതാവ് നൽകിയ അനുഭവങ്ങളുടെ ഓർമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിലേക്ക് ഇവരെല്ലാവരും കയറി വരണം. നമ്മൾ ആദ്യം പറഞ്ഞതായ ആ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, അല്പം പ്രാകൃത ഉദാഹരണമാണെങ്കിൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് ചെന്നായ്ക്കൾ തട്ടിക്കൊണ്ട് പോകുന്നൊരു മോള്, ആ മോളെ ചെന്നായ്ക്കൂട്ടി കാട്ടി ചെന്നിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കുന്ന മൂത്ത ആങ്ങള അവിടെ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ വീട്ടിൽ പോയി താമസിക്കുക, ഈ പന്നിക്കൂട്ടി താമസിക്കേണ്ട, ഈ ചെന്നായ്ക്കൂട്ടി താമസിക്കേണ്ട, ഇങ്ങനെയല്ല മോളെ കഴിയേണ്ടത്, കാടല്ല നിന്റെ നാട്, ഈ ചെന്നായ്ക്കൂടല്ല നിന്റെ വീട്, വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ യുവാവിന്റെ മൂത്ത ആങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ അപ്പന്റെ സ്നേഹവും അപ്പന്റെ വീടും നിറഞ്ഞു നിൽക്കുക. പക്ഷെ ഈ കൊച്ചിന് എട്ടും വിട്ടും തിരിയുന്നില്ല. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നു. അതാണ് ഇവിടെ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് എനിക്കിതിന്റെ മഹത്വം ഇവരും കാണാൻ, ഇവർ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്ന് ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു എന്ന് എന്നെ അവിടെ നിന്ന് അയച്ചെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ അപസരന്മാർ അത്ര അറിഞ്ഞു. അങ്ങയുടെ നാമം ഞാൻ അവരെ അറിയിച്ചു, അതറിയിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നത്. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. അതാണ് ഇപ്പൊ ഈ ധ്യാനത്തിലൂടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അറിയിച്ചുകൊണ്ടിരിക്കുക. പിതാവ് ആരാണ്, സ്വർഗം എന്താണ്, ത്രിത്വക ദൈവം എന്താണെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുക. ഇതുവഴിയായിട്ട് നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് ആ ഒരു സ്വർഗീയ ഭവനത്തിന് ചേർന്ന മക്കളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. രൂപാന്തരപ്പെട്ടു വരിക, ആ ത്രിത്വക ദൈവവുമായിട്ട് ഐക്യപ്പെടുക. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഒരു വിശുദ്ധ ഈ 2016 ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയായിട്ട് ഒക്ടോബർ 16-ാം തീയതി വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച ഒരു വിശുദ്ധയുണ്ടല്ലോ, വിശുദ്ധ എലിസബത്ത് ഓഫ് ട്രിനിറ്റി, ഹോളി ട്രിനിറ്റി, പരിശുദ്ധ ത്രിത്വത്തിന്റെ എലിസബത്ത്. ഈ അടുത്ത കാലത്തെ ഒരു വിശുദ്ധയാണ്. 1880 ഫ്രാൻസിൽ ജനിച്ച് 1906 മരിച്ചു. 26 വർഷം ജീവിച്ചിരുന്നുള്ളൂ. 20 വയസ്സുള്ളപ്പോഴാണ്, 21 വയസ്സുള്ളപ്പോഴാണ് കർമ്മത്താൻ അടുത്ത് ചേരുന്നത്. അതുവരെ അവര് സ്വന്തം ഇടവകയിൽ ഇങ്ങനെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് യുവജനങ്ങളുടെ എല്ലാ ഇടയിലും ഇങ്ങനെ ഓടി ശുശ്രൂഷ ചെയ്തു. പിന്നീട് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിതാകാൻ വേണ്ടി അടുത്ത് ചേർന്നു. പക്ഷെ 6 വർഷം അടുത്തിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. അഡിസൺസ് എന്ന് പറഞ്ഞ രോഗം വന്ന് അങ്ങനെ മരിക്കുകയാണ് 26 വയസ്സുള്ളപ്പോൾ. ഈ സഹോദരിയുടെ വലിയൊരു അനുഭവം ഈ തൃത്വത്തോടുള്ള അനുഭവമാണ്. എലിസബത്ത് എന്നുള്ള ആ പേരിന്റെ അർത്ഥം നമുക്കറിയാം. ഏൽ ദൈവം, ബത്ത് വീട്, ദൈവത്തിന്റെ വീട്. നമ്മൾ യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ, 23-ാം വാക്യം, എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവന് വാസം ഉറപ്പിക്കുകയും ചെയ്യും. എലിസബത്തിന്റെ കൊച്ചുനാളെ തന്നെ അധ്യാപകർ പറഞ്ഞു കൊടുത്തു, മോളെ നിന്റെ പേരിന്റെ അർത്ഥം എന്നറിയാവോ? അവളത് എനിക്കറിയത്തില്ല. എലിസബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വീടെന്നാണ് അർത്ഥം. അങ്ങനെയാണോ എലിസബത്ത്? ഞാൻ ദൈവത്തിന്റെ വീടാണോ? അങ്ങനെ വലിയൊരു അനുഭവത്തിലേക്ക് അവൾ വന്നു. ഞാൻ ദൈവത്തിന്റെ വീട്, എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ത്രിത്വക ദൈവം വസിക്കുന്നു. ഈ യോഹന്നാൻ 14:23 അത് അവൾ കത്തി ജ്വലിച്ചു. അങ്ങനെ അവൾ ആ ത്രിത്വക ദൈവത്തിന് പറ്റിയ വീടായിട്ടങ്ങ് മാറി. അവൾ അത് വെച്ചുകൊണ്ട് മനോഹരമായിട്ട് ചുരുങ്ങിയ പ്രായത്തിനിടയിൽ കുറച്ചൊക്കെ എഴുതിയിട്ടുമുണ്ട്, സത്യത്തിന് കവിതകളും ഒക്കെ. അവളുടെ ഒരു പ്രാർത്ഥന നമ്മുടെ ഈ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് എത്രയോ വലിയൊരു അംഗീകാരമാണ് ഈ കൊച്ചു വിശുദ്ധിക്ക് അതുവഴി ലഭിച്ചിരിക്കുന്ന, സഭ നൽകിയിരിക്കുന്നത്.
ഈ പുസ്തകത്തിന്റെ 260 ഖണ്ഡികയില് നമ്മളിങ്ങനെ വായിക്കണം. ആരംഭത്തില് ദൈവിക രക്ഷാപദ്ധതി മുഴുവന്റെയും ആത്യന്തിക ലക്ഷ്യം സൃഷ്ടികളുടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ പരിപൂർണ ഐക്യത്തിൽ പ്രവേശിക്കുക എന്നതാണ്. കണ്ടോ, ദൈവിക രക്ഷാപദ്ധതി മുഴുവന്റെയും ആത്യന്തിക ലക്ഷ്യം സൃഷ്ടികള്, മനുഷ്യമക്കള് ത്രിത്വത്തിന്റെ പരിപൂർണ ഐക്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ത്രിത്വൈക ദൈവം, 3 വ്യക്തികള്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള സംജ്ഞയിൽ നമ്മൾ മനസ്സിലാക്കുന്ന 3 വ്യക്തികള് എങ്ങനെയാണ് ഐക്യത്തിൽ ജീവിക്കുന്നത് അത് തിരിച്ചറിഞ്ഞിട്ട് ആ ഐക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഇതാണ് രക്ഷാകരപത്തെ മുഴുവന്റെ ഉന്നം, രക്ഷാകര സംഭവം മുഴുവന്റെ ഉന്നം. എന്നാൽ ഇപ്പോൾ തന്നെ പരിശുദ്ധ ത്രിത്വത്തിന്റെ വാസസ്ഥാനമാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് മരിച്ചു കഴിഞ്ഞ് മാത്രം കിട്ടേണ്ട കാര്യമല്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ത്രിത്വൈക ദൈവം നമ്മൾ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാവണം. ഇതാണ് ദൈവരാജ്യ അനുഭവം. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത്. ദൈവരാജ്യ അനുഭവം എന്താണ്? ദൈവം എന്നിൽ വസിക്കുന്നു, ദൈവം എന്നെ ഭരിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിലാണ്, ദൈവം എൻ്റെ രാജാവാണ്, എന്നെ നയിക്കുന്ന ഭരിക്കുന്ന വ്യക്തിയാണ്. സാത്താൻ എന്നെ ഭരിക്കുന്നില്ല, നയിക്കുന്നില്ല, കൊണ്ടുപോകുന്നില്ല. സാത്താൻ എന്നിൽ പ്രവേശിക്കുന്നില്ല, അവന് സ്വാതന്ത്ര്യമില്ല, അവസരമില്ല, അവകാശമില്ല. ദൈവത്തെ കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിന്റെ വീട്. ദൈവം എന്നെ ഭരിക്കുന്നു, ദൈവം നമ്മോട് കൂടെ. ഇതെല്ലാമാണ് ദൈവത്തിന്റെ കൂടാരം. നമ്മൾ ബൈബിളിന്റെ അവസാനം കാണുന്നത് ദൈവത്തിന്റെ കൂടാരം നമ്മോട് കൂടെ, മനുഷ്യമക്കളെല്ലാം ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നു. ബൈബിളിന്റെ ആരംഭത്തിൽ കാണുന്ന ദൈവത്തിന്റെ ഭവനമായ പർദീസയിൽ നിന്ന് മനുഷ്യമക്കൾ പുറത്തായിപ്പോയി. നഷ്ടപ്പെട്ടു പോയ മനുഷ്യമക്കളെ നോക്കിയിരിക്കുന്ന ദൈവത്തെയാണ് ബൈബിളിന്റെ ആരംഭം കാണിക്കുന്നത്. ബൈബിളിന്റെ അവസാനം ഉപസംഹാരം കാണിക്കുന്നത് എന്താണ്? മനുഷ്യമക്കളെല്ലാം ദൈവത്തെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തികളെല്ലാം സ്വർഗത്തിലോ ദൈവത്തിന്റെ കൂടാരത്തിൽ ഒന്നായിരിക്കുന്ന അനുഭവമാണ്. ഇതാണ് ബൈബിളിന്റെ തീം മുഴുവൻ, വിഷയം മുഴുവനും, പ്രമേയം മുഴുവൻ. അതിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ത്രിത്വൈക ദൈവത്തിലേക്ക് നമ്മളെ എത്തിക്കുക. അപ്പൊ എത്തുക എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് മാത്രം വരേണ്ട കാര്യമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവേണ്ടതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നോട്ടഡ് ദൈവരാജ്യ അനുഭവം. ഇപ്പൊ തന്നെ അതാവണം. ഈശ്വരൻ ചോദിച്ചത് ദൈവരാജ്യം എവിടെയാ? ഇത് ഇവിടെ തന്നെ, നിങ്ങൾ തന്നെയാണ്, ഇവിടെ തന്നെ ഉണ്ട്. അത് ബാഹ്യമല്ല, ആന്തരികമാണ്. ഈശോയിലാണ് ദൈവരാജ്യം ശക്തമായിട്ട് മനോഹരമായിട്ട് നിറഞ്ഞത്. പിന്നെ ഈശോയുടെ വചനം പാലിച്ചുകൊണ്ട്, വചനം അനുസരിച്ചുകൊണ്ടുവന്ന വ്യക്തികളിൽ ദൈവരാജ്യം കടന്നു വന്നു. ആ ദൈവരാജ്യത്തേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൈവരാജ്യം നമ്മൾ വരണം. അതിപ്പോ തന്നെ ആവണം, അതിന് വളരണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, ഓൾറെഡി നോട്ടഡ്. ഒരു അമ്മയുടെ ഉദരത്തിന് കുഞ്ഞ് രൂപപ്പെട്ടു, ഓൾറെഡി കുഞ്ഞവിടെ ഉണ്ട്, കൺസീവ്, ക്യാരിയിങ് ആണ്, കുഞ്ഞുണ്ട്. പക്ഷെ ഇപ്പൊ കൈ കിട്ടാറായില്ല, നമ്മൾ പറഞ്ഞ ഓർമ്മിക്കുന്നുണ്ടല്ലോ. അത് സമയം 9 മാസം 10 മാസം ആവണം കുഞ്ഞ് ജനിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് വളർന്നുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ മരണത്തിന്റെ നിമിഷമാകുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് ജനിക്കുക, സ്വർഗത്തിലേക്ക് ജനിക്കുക. അപ്പൊ അത് തൃത്വത്തിലേക്കുള്ള ഒന്നുചേരലാണ്. നമ്മൾ നേരത്തെ കണ്ട യോഹന്നാൻ 14:20 വാക്യം പറയുന്നത്, അന്ന് നിങ്ങൾ അറിയും ഞാൻ നിങ്ങളിലും നിങ്ങൾ എൻ്റെ ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയും. അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക്, ത്രിത്വൈക കൂട്ടായ്മയിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വരണം. അതിനുള്ള പരിശീലനമാണ്, രൂപാന്തരീകരണമാണ് നമുക്ക് സഭയിലൂടെ ഇന്ന് കിട്ടേണ്ടത്. അപ്പൊ ഈ ഒരു ഉന്നം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രമാണങ്ങളെ മുഴുവനും കാണാൻ. മനസ്സിലായോ? നമ്മളിപ്പോ അടുത്ത 7 കൽപ്പനകളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ കാര്യം കാണുന്നൊരു കാര്യം ഇതാണ്. എന്തിനു വേണ്ടിയിട്ട് ആ 7 കൽപ്പനകൾ നമ്മുടെ മനുഷ്യജീവിതത്തിന്റെ പരസ്പര ബന്ധങ്ങളുടെ തലങ്ങളെ പറ്റിയുള്ള ചിന്ത കാണാൻ പോകുന്നത് എന്തിനാണ് പാലിക്കണം? ഇതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ, രൂപാന്തരപ്പെടുത്താൻ. അതുകൊണ്ട് നമ്മൾ എന്താണ്, ആ ദൈവം ആരാണെന്ന് നമുക്ക് അറിയാൻ നോക്കണം പരമാവധി. എങ്കിൽ നമുക്ക് ആ പ്രമാണം എങ്ങനെ പാലിക്കേണ്ടത്, എങ്ങനെ മനസ്സിലാക്കേണ്ടത് തിരിയുള്ളൂ. അതായത് മുഴുവൻ തമ്മിലുള്ള പരസ്പര ബന്ധം അങ്ങനെ കിടക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മതബോധനം പഠിപ്പിക്കുകയാണ് 260 ഖണ്ഡികയില് പരിശുദ്ധ ത്രിത്വത്തിന്റെ വാസസ്ഥാനമാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിത്യതയെ നമ്മൾ എത്തിച്ചേരേണ്ട അവസ്ഥ, പക്ഷെ ഇപ്പോൾ തന്നെ അതിന് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ വചനം പാലിക്കും, അവൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവന് വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ട യോഹന്നാൻ 14:23 തിരുവചനമാണ് ഇവിടെ മതബോധന ഗ്രന്ഥം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ടാണ് ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത് എൻ്റെ ഒരു പ്രാർത്ഥന ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. ആ പ്രാർത്ഥന ഇങ്ങനെ മനോഹരമാണിത്. എൻ്റെ ദൈവമേ, ഞാൻ ആരാധിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, എൻ്റെ ആത്മാവ് നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അചഞ്ചലവും സമാധാന പൂർണ്ണവുമായി ഞാൻ അങ്ങിൽ സംസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ തന്നെ പൂർണ്ണമായി വിസ്മരിക്കുവാൻ എന്നെ സഹായിക്കണമേ.
ഇച്ചിരി ആഴപ്പെട്ട അത് തോന്നും. വിവർത്തനത്തിന്റെ കുറച്ച് പ്രത്യേകത കാണുമായിരിക്കും. പ്രാർത്ഥനകൾ എപ്പോഴും ലളിതമാണ്. തമ്പുരാന്റെ ബന്ധത്തിന്റെ പങ്കുവെക്കുക, സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണത്. ഇവിടെ ലളിതമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 26 വയസ്സിൽ മരിച്ചു പോയ ഒരു പെൺകുട്ടി 1906 മരിച്ചു നടക്കണം. ആ പെൺകുട്ടിക്ക് ഇതുപോലെയുള്ള ഒരു അനുഭവം ത്രിത്വിക ദൈവത്തെക്കുറിച്ച് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ ധ്യാനം കൂടുന്ന എത്രയോ പേര്, ഞാൻ ഉൾപ്പെടെ, നമ്മൾ എത്രയോ വയസ്സായവരാ. എനിക്ക് 62 വയസ്സാകുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് പോലും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഈ കൊച്ചു പെൺകുട്ടി 26 വയസ്സിൽ മരിച്ചുപോയി. അവൾ എഴുതിയിരിക്കുന്ന ഈ ത്രിത്വിക ദൈവത്തെക്കുറിച്ചുള്ള അവളുടെ ബോധ്യ അനുഭവം ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം, നമ്മളെ കൊതിപ്പിക്കണം. ഇതിനുവേണ്ടി ഈശോ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ഇതിന് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴും ധ്യാനിക്കാൻ പോകുന്നതും പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതും എല്ലാം എന്തിനാണ്? പരീക്ഷ ജയിക്കണം, കണ്ണു മൊത്തം വെള്ളം കിട്ടണം, പിന്നെ എന്നാ പശുവിന് നല്ല കിടാവ് ഉണ്ടാവണം, പാല് കിട്ടണം, ജോലി കിട്ടണം, ആ രോഗം ഒന്ന് മാറണം, സ്ഥലം വിൽക്കാൻ പറ്റണം, ഇങ്ങനെ അതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഈശോ പറയുന്നത് തന്നെ ദൈവത്തിന്റെ രാജ്യവും നീതി ആദ്യം അന്വേഷിച്ചു, ബാക്കി എല്ലാം തരാം. നമുക്കൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല, നമുക്ക് ഈ കാര്യങ്ങൾ മതി. അതുകൊണ്ട് നമ്മൾ ഈ ധ്യാനത്തിന്റെ കാര്യങ്ങൾ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, വേറെ ഒന്നും വെച്ച് പറയുന്നതല്ല. ഈ ദിവസങ്ങളിലൊക്കെ അനേകർ എന്നെങ്കിലും വിളിക്കുന്നതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പല നീറുന്ന വിഷയങ്ങളുമായിട്ട് അനേകർ വിളിക്കുന്നതിന് ബന്ധപ്പെടാൻ നോക്കുന്നത് എനിക്ക് ആരുടെയും ഫോൺ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഈ ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരുക്കവും അതിൻ്റെ നിറവൊക്കിടും, പിന്നെ ഈ ലഘുപുസ്തകങ്ങൾ എഴുതി നീങ്ങുക, ഇത്രയും കൊണ്ടൊക്കെ സാധിക്കുന്നുള്ളൂ. അതിന് പുറമെ പിന്നെ നമുക്ക് ആൾക്കാരെ സ്വീകരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലതാണ്. ധ്യാനകേന്ദ്രത്തിന് സ്വന്തമായ ഒരു കെട്ടിടം പോലും ഒന്നുമില്ല. അതുകൊണ്ട് പള്ളിമുറിയിൽ ഞാൻ താമസിക്കുന്ന പള്ളിമുറിയിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ കോവിഡ് കാലത്തിന്റെ പ്രത്യേക സാഹചര്യത്തെ അതുകൊണ്ട് പ്രായോഗികമായിട്ട് ഓടിയണം. അതുകൊണ്ട് എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പലരോടും എൻ്റെ മുകളിൽ വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ സന്ദർശകരെ സ്വീകരിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനകൾ എല്ലാവരും ഉണ്ട്. പക്ഷെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അച്ഛനൊന്ന് കൈവച്ച് പ്രാർത്ഥന, പ്രശ്നം ഒന്ന് മാറിക്കിട്ടുക, അത് ആവശ്യമായിരിക്കും പലപ്പോഴും. അതുകൊണ്ട് വികാരിച്ചതിൻ്റെ പക്കം ചെന്ന് പ്രാർത്ഥന എടുത്തേ സഭയെ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്പർശനം വികാരിച്ചപടി ഏറ്റവും ശക്തമായിട്ട് കിട്ടുന്നത് നമ്മളതിനെപ്പറ്റി ആവശ്യം കണ്ടിട്ടുണ്ട്. അത് അവിടെ വിശ്വാസത്തോടെ എളിമയോടെ ചെന്ന് എടുക്കണം. അച്ഛനുമായിട്ട് ആ രീതിയിലുള്ള ആത്മീയബന്ധം നമുക്ക് വേണം. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ പറയും വികാരിച്ചെടുത്ത് പോയി അതിനെ കുമ്പസാരിക്കുന്നത്, അച്ഛൻ്റെ കാര്യം പറയാൻ പറ്റുമോ? അച്ഛൻ ഞങ്ങളൊരു സുഹൃത്തുക്കളാണ്. അങ്ങനത്തെ സുഹൃത്ത് വന്ന് വികാരിച്ചോട്ട് വേണ്ടെന്ന് ഞാൻ പറയും. നമുക്ക് തമ്പുരാന്റെ ആശീർവാദം മേടിക്കാനും പ്രാർത്ഥന മേടിക്കാനും നമ്മുടെ ആത്മീയ കാര്യങ്ങൾ തുറന്നു വെച്ച് ദൈവത്തിന്റെ പക്കലേക്ക് കരുണയ്ക്ക് വേണ്ടി നിൽക്കാനും ഉള്ള ദൈവം തന്നിരിക്കുന്ന ഏറ്റവും കരുത്തുള്ള സാന്നിധ്യമാണ് നമ്മുടെ വികാരിച്ചൻ. ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ലാത്ത പോലെയുള്ള വേറൊരു കൂട്ടും അടുപ്പവും ലോഹ്യമായിട്ട് ആ ബന്ധം അധപതിച്ചു പോകരുതെന്ന് സ്നേഹമുള്ളവരെ ഞാൻ തറപ്പിച്ചു പറയും. അങ്ങനത്തെ ഒരു കൂട്ട് വികാരിച്ചായിട്ട് വേണ്ട. അങ്ങനെ കൂട്ടുകൂടാനുള്ള ആളല്ല വികാരിയച്ഛൻ. അങ്ങനെ കൂട്ടുകൂടിക്കോ, ഇഷ്ടംപോലെ അടുപ്പമായിക്കോ. പക്ഷേ നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ, വ്യക്തിപരമായ ജീവിതത്തിന്റെ ആവശ്യങ്ങള് ഇത് അതേപടി തുറന്നു വെച്ച് കുമ്പസാരിക്കാൻ പറ്റിയല്ലാത്ത പോലെ ബന്ധത്തിലേക്ക് വികാരിച്ചനുമാണ് ഒരു ബന്ധം ഇടപെടലൊന്നും കൊണ്ടുപോകണ്ട. നമ്മുടെ ഉള്ളിൽ വികാരിച്ചന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, ജീവിതത്തിന്റെ ചില പ്രത്യേക രീതികളൊക്കെ എന്തുമാത്രം ബോധ്യമില്ല, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേരെ. തമ്പ്ര എനിക്ക് നൽകിയ അവിടുത്തെ സാന്നിധ്യത്തിന്റെ പ്രതിപുരുഷനാണ് എൻ്റെ വികാരിച്ചൻ. അദ്ദേഹത്തിന്റെ പേരോ പ്രായമോ ഡിഗ്രിയോ ജോലിയോ കാര്യമോ എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ മുക്കിൽ പോയി ഞാൻ മുട്ടുകുത്തി ആശീർവാദം മേടിക്കുമ്പോൾ, ഞാൻ മുട്ടുകുത്തി കുമ്പസാരത്തിൽ പകയിട്ട് പറയുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കുമ്പോൾ അതിനോട് ഈശോയാണ് എനിക്ക് സ്പർശനം തരുന്നത്. പ്രവാചകനെ ശരിക്കും പ്രവാചകൻ പ്രതിഫലം ലഭിക്കും. അത് മനസ്സിലാക്കിക്കുക. ആ ഒരു കാഴ്ചപ്പാട് സമീപിക്കണം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ദൂരെയുള്ള ഏതെങ്കിലും അച്ഛൻ്റെ പക്കൽ ചെന്ന് പ്രാർത്ഥിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള ചിന്ത വേണ്ട. ശരിയാണ്, കൃപകളുടെ വൈവിധ്യമുണ്ട്, വ്യത്യാസമുണ്ട്, ഇതെല്ലാം ശരിയാണ്, വിശ്വാസം പ്രവർത്തിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഞാൻ തള്ളി പറയുകയല്ലെങ്കിൽ പോലും ഇതാണ് പ്രഥമമായിട്ട് വെച്ചിരിക്കുന്നത്, ഓർമ്മിക്കുക. ഞാൻ പറയാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ ഉത്തര ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതിൻ്റെ മനോഹരമായൊരു പ്രഘോഷണമാണ് ദൈവം നമുക്ക് ഇവര് തന്നിരിക്കുന്നത്. ശരിയാണ്, ഇപ്പൊ 7 മാസം ഇത് ഇത്ര മാസങ്ങളായി ഇത് മുന്നോട്ട് നീങ്ങുന്നു. ഇതിപ്പോ പെട്ടെന്ന് ഓടി വന്നിട്ട് അങ്ങോട്ട് ഒരു ധ്യാനം എങ്ങനെ കൂടാൻ പറ്റും? അത് ശരിയാണ് സ്നേഹമുള്ളവരെങ്കിലും നിങ്ങൾ കൂടി വരുന്നവരാണ്. നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നതോട് പറയണം, ഈ ധ്യാനം ആരും അതിന് കൂടാൻ പറയണം. 1 മുതൽ കൂടി പതിവായിട്ട് കൂടി അത്ര സമയം എടുത്ത് തന്നെ വന്ന് അതൊരു നഷ്ടമല്ല, ഒരിക്കലും നഷ്ടമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ കയറി വരുമ്പോൾ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കും, ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരും.
അത് വരുമ്പോൾ ദൈവ സാന്നിധ്യം കിട്ടും. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഉണ്ടാവും. അങ്ങനെ വരണം. അപ്പം ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക, നമ്മളെ വരുത്തുക, അതിനുവേണ്ടി മാത്രമാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. അത് വരുമ്പം എല്ലാം ശരിയാകും. അപ്പം ഈശോ അത്ഭുതകരമായ ചില രോഗശാന്തിയും വിടുതലും മനുഷ്യരെ ഉയർപ്പിക്കലൊക്കെ നടത്തിയത് ഈശോ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ അടയാളമായിട്ട് നമുക്കറിയാം. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ആത്മീയ കാര്യങ്ങളെ കാണാനായിട്ട്. എനിക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിൽ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ, പക്ഷെ അതെല്ലാം വഴി വന്നു പോയ ഒരു അപച്ചയും ആത്മീയതയ്ക്ക് വന്നു പോയിട്ടുണ്ട്. ഒരു വശത്ത് മാത്രം എങ്കിൽ പോലും വചനത്തോടെ താല്പര്യവും ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നമ്മൾ അതിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരി അടയാളങ്ങൾ എല്ലാമായിട്ട് ഒത്തിരി പ്രഭാവനങ്ങളെല്ലാം ജ്വലിപ്പിച്ചു. പക്ഷേ ഈ ആത്മീയത മുഴുവനും ഇങ്ങനെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണെന്ന ചിന്ത വല്ലാണ്ട് ഉളവാക്കുന്നതിന് ധ്യാന കേന്ദ്രങ്ങൾ ഒരു നിമിത്തമായിട്ട് വന്നിട്ടില്ലേ എന്നൊരു കാര്യം നമ്മൾ ആത്മശോധനാപൂർവ്വം എടുക്കണം. പ്രശ്നങ്ങൾ കാര്യം നടക്കാൻ എങ്ങോട്ടാ പോകുന്നത്, ധ്യാനിക്കാൻ പോകാം, അവിടെ ചെല്ലാം, പ്രശ്നം തീരും, പ്രശ്നം തീർന്നിട്ട് പിന്നെ സ്വന്തം വഴിക്ക് പോവുക, അങ്ങനെ അതല്ല. അപ്പൊ അത് എങ്ങനെ നമ്മൾ ആയിരിക്കേണ്ടത്, അതിന് മനോഹര ഉദാഹരണമാണ് ഈ 26 വയസ്സ് മരിച്ചുപോയി കുഞ്ഞ് വിശുദ്ധ പറയുന്നത്. അപ്പൊ അവിടെ വിശുദ്ധ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് തോന്നേ ഇല്ല പ്രാർത്ഥിക്കാൻ ഇങ്ങനെയൊന്നും. എൻ്റെ ദൈവമേ, ഞാൻ ആരാധിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ത്രിത്വക ദൈവത്തെ ആരാധിക്കുക. നമ്മൾ പലപ്പോഴും ഈശോയെ ആരാധിച്ചുകൊണ്ട് നിർത്തും. പിതാവിനെ പരിശുദ്ധാത്മാവ് നമുക്ക് വരങ്ങൾ തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വേണം, അഭിഷേകം എന്നറിയാൻ, അത്രയൊക്കെ വരുന്നുള്ളൂ. ത്രിത്വക ദൈവത്തെ ആരാധിക്കാൻ ഈ കൊച്ചിനെ അറിയാമായിരുന്നു. എൻ്റെ ആത്മാവ് നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അചഞ്ചലവും സമാധാനപൂർണവുമായി ഞാൻ അങ്ങ് സംസ്ഥാപിക്കപ്പെടുവാൻ തക്കവിധം എന്നെ തന്നെ പൂർണ്ണമായി വിസ്മരിക്കാൻ എന്നെ സഹായിക്കും. ഒത്തിരി കാര്യം അതിന് ഒറ്റ വാക്കി തരുന്നത്, എന്നെ തന്നെ വിസ്മരിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ മറക്കട്ടെ. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ധ്യാനിക്കാൻ നമ്മൾ ഒരിക്കലും നമ്മൾ തന്നെ മറക്കുന്നില്ല. നമ്മുടെ വിഷയമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻ്റെ കാര്യം ഒന്ന് നടക്കുമോ, എങ്ങനെയെങ്കിലും എൻ്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടുമോ, അതിനുവേണ്ടി ഞാൻ വരുന്നതും. അപ്പം ഞാൻ എന്നെ ഞാൻ വിസ്മരിക്കാൻ തയ്യാറല്ല. ഇവിടെ കൊച്ചു പറയാണ്, ഞാൻ എന്നെ തന്നെ വിസ്മരിക്കട്ടെ, എൻ്റെ കാര്യം എനിക്ക് വിഷയമല്ല. 26 വയസ്സിൽ മരിക്കാൻ പോകാൻ കൊച്ച്, എന്നിട്ട് ഇത് സന്തോഷം നോക്കി നൃത്തത്തെ ആരാധിക്കുകയാണ്, നൃത്തത്തെ ആരാധിക്കുന്നു. നമ്മളും ഈ വിശ്വത്തിലുമൊക്കെ എന്തുമാത്രം അകലയാ നിൽക്കുന്നു ഓർമ്മിച്ച് നോക്കിക്കുകയും. അപ്പൊ ഞാൻ എന്നെ തന്നെ വിസ്മരിക്കട്ടെ. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ അങ്ങിൽ പൂർണ്ണമായി സംസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ആകണം. അത് പൂർണ്ണമായിട്ടാകണം, വേറെ ഒന്നും എനിക്ക് വേണ്ട. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ വിസ്മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വിശുദ്ധ പ്രാർത്ഥിക്കുകയാണ്. അതെങ്ങനെയാണ്? ഞാൻ നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ. ഈ ഭൂമിയിലായിരിക്കുന്ന വിഷയമല്ല, ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഈ അനുഭവം നമുക്ക് എടുക്കാൻ പറ്റുന്ന സഭ പഠിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞിട്ടാണ് അതിന് പൂർണ്ണത വരിക. ഈ കൊച്ചു വിശുദ്ധ പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞു എന്നാൽ എന്ന വണ്ണം എനിക്കതിൻ്റെ പൂർണ്ണ അനുഭവം ഇപ്പം ഇവിടെ തന്നെ വേണം. അങ്ങനത്തെ ഒരു ആഗ്രഹം എടുക്കാനായിട്ട് ഈ കൊച്ചു സഹോദരിക്ക് സാധിച്ചു, പ്രാർത്ഥിക്കാൻ സാധിച്ചു. അചഞ്ചലവും സമാധാനപൂർണമായി ഞാൻ അങ്ങോട്ട് ചേർന്നായിരിക്കണം. വീണ്ടും പറയുകയാണ്, മാറ്റമില്ലാത്തവനായ എൻ്റെ ദൈവമേ, യാതൊന്നും എൻ്റെ സമാധാനത്തെ ഭഞ്ചിക്കാതിരിക്കട്ടെ. എൻ്റെ സമാധാനം അങ്ങനെ ഇതുപോലെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറിപ്പോകുകയല്ലോ. യാതൊന്നും എന്നെ അങ്ങിൽ നിന്നും അകറ്റാതിരിക്കട്ടെ. ഒന്നിനും എന്നെ അങ്ങിൽ നിന്ന് അകറ്റാൻ ഇടവരരുത്. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിന്റെ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കട്ടെ. ഈ ത്രിത്വക ദൈവത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ആഴത്തിലേക്ക് എന്നെ ഓരോ നിമിഷം ഓരോ മിനിറ്റും എന്നെ നയിക്കണമേ. നമുക്ക് ഇങ്ങനത്തെ ആഗ്രഹം പോലും വരുന്നില്ല. ഇപ്പം ത്രിത്വത്തെക്കുറിച്ച് ഏതാനും സെഷൻ വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അച്ഛൻ എപ്പോഴാണ് തീർത്തിട്ട് മറ്റേ പ്രമാണങ്ങളൊക്കെ പറഞ്ഞാൽ അത് സംസാരിക്കാനുള്ള മാർഗം വല്ലതും കിട്ടിയാനെ. ഞാൻ വേറെ ഒന്നും കൂടെ പറയല്ല കേട്ടോ, നിങ്ങൾ വേറെ ചെയ്തിരിക്കും. എന്നാലും നമുക്കിത് ഒരു ആവശ്യമില്ലാത്തതായിട്ട് തോന്നിപ്പോകുന്നു. പക്ഷെ കൊച്ചു പ്രാർത്ഥിക്കുന്ന കണ്ടോ, ഇതിന് ഈ രഹസ്യത്തിന്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കട്ടെ. എൻ്റെ ആത്മാവിന് ശാന്തി നൽകണമേ. നിന്റെ വിശ്രമസ്ഥലവും പ്രിയപ്പെട്ട വാസസ്ഥാനവുമായി നിന്റെ സ്വർഗമായി എൻ്റെ ആത്മാവിനെ മാറ്റണമേ. ത്രിത്വക ദൈവത്തെ വിളിച്ച് പറയുകയാണ്, അങ്ങയുടെ സ്വർഗമായി എൻ്റെ ആത്മാവിനെ മാറ്റണമേ, എൻ്റെ ശരീരത്തെ മാറ്റണമേ, എൻ്റെ ഉള്ളിൽ അങ്ങ് സ്വർഗത്തിൽ എന്ന പോലെ വസിക്കണമേ. ഇത് പല വിശുദ്ധരും ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അവരത് അനുഭവിച്ചിരുന്നു. ഫൗസ്റ്റീനായൊക്കെ ഇത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ പറയും, നിന്റെ അടുത്ത് വന്ന് വസിക്കുക, നിന്റെ ഉള്ളിലായിരിക്കും. എനിക്ക് എന്തൊരു ആനന്ദമാണ്, എൻ്റെ രണ്ടാമത്തെ സ്വർഗമാണ് നിന്റെ ആത്മാവ് എന്ന മട്ടിന് ഫൗസ്റ്റീനോട് സംസാരിക്കുന്നുണ്ട്. കാരണം അതുപോലെ ദൈവത്തിന് പ്രീതികരമായ തൃപ്തികരമായ അന്തരീക്ഷം
നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എത്ര മനോഹരമാണ്! അതാണ് ഇവിടെ ഈ എലിസബത്ത് പറയുന്നത്. അങ്ങയുടെ സ്വർഗമായിട്ട് എൻ്റെ ആത്മാവിനെ മാറ്റണമേ, അങ്ങയുടെ വിശ്രമ സ്ഥലവും അങ്ങയുടെ പ്രിയപ്പെട്ട വാസസ്ഥലവുമായിട്ട് എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് വസിക്കേണ്ടിയിരിക്കും. സക്കവസൻ ഈശോ പറഞ്ഞു ഈ അപ്പം ഭക്ഷിക്കുന്നത് എന്നിലും ഞാൻ അവരിലും വസിക്കും. ദൈവം നമ്മൾ വസിക്കാൻ ആഗ്രഹിക്കേണ്ടതാണ്. ഞാൻ ഒരിക്കലും നിന്നെ അവിടെ ഏകാഗിയായി ഉപേക്ഷിക്കാതിരിക്കട്ടെ. ഇത് എത്രയും മനോഹരമാണ്. നമ്മൾ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് നമ്മുടെ വഴിക്ക് പോവുക. ഈശോ നമ്മുടെ ഉള്ളിൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അൾത്താരയിലെ സക്കറാരി നമ്മൾ എടുത്ത് വെക്കുന്ന കുർബാന, രാവിലെ കുർബാന കഴിഞ്ഞോട്ടെ പള്ളി പൂട്ടിക്കൊണ്ട് പോയി, എല്ലാവരും ഓരോ വഴിക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം കുർബാനയ്ക്ക് രാവിലെ ഒരു അരമണിക്കൂർ അല്ല 40 മിനിറ്റ് കഷ്ടിച്ച് തീർത്തിട്ട് ഓടുകയാണ്. അങ്ങനെ കർത്താവിനെ ഏകാഗിയായിട്ട് ഇട്ടിട്ട് പോകുന്ന ഭീകരമായ ഏകാന്തത ഈശോ അനുഭവിക്കുകയാണ്. ഈശോ അനുഭവിക്കുന്ന ഏറ്റവും ഭീകരമായ ഏകാന്തത ഇതിനെ പറഞ്ഞപ്പോൾ ഒരു വിശുദ്ധ ചോദിച്ചു, അത് ഗബ്രിയേൽ മോസിന്റെ ഹി ആൻഡ് ഐ ആത്മമിത്ര എന്ന പുസ്തകം എൻ്റെ വിചാരം ഓർമ്മ കിടക്കുന്നത്, അങ്ങ് ഗസമേ തോട്ടത്തിൽ ഏകാന്തം അനുഭവിച്ചതിനെ പറ്റിയല്ലേ പറയുന്നത്? ഈശോ പറഞ്ഞു, അത് ഞാനവിടെ ഏകാന്തം അനുഭവിച്ച ആരുമില്ലായിരുന്നു. 10 ദിവസം എല്ലാവരും ഉറങ്ങിപ്പോയി, യോഹന്നാനൊക്കെ ഉറങ്ങിപ്പോയി, ഞാൻ മാത്രം അങ്ങനെ ആയിപ്പോയി. അതിനേക്കാളും ഏകാന്തത ഉണ്ട് ആ പള്ളിയിൽ സക്കറാരിയിൽ ആരും ഇല്ലാതെ അങ്ങിരിക്കുന്നു, ആരും പഠിക്കുന്നത് വരുന്നില്ല, അതല്ലേ? അപ്പൊ ഈശോ പറഞ്ഞു അതൊരു ഭീകരമായ ഏകാന്തയാണ്, തടവുകാരനാണ് അവിടെ, അതിലും വലിയ ഏകാന്തത. അതെന്താ കർത്താവ് വേറെ ഏകാന്തത? അതെന്നെ സ്വീകരിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നെ മറക്കുന്നു എന്നുള്ളതാണ്. കുർബാന സ്വീകരിക്കുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങി കഷ്ടിച്ചു വരും, പിന്നെ ഈശോയെ പറ്റി ഓർക്കുന്നേ ഇല്ല. കുർബാന കഴിയുമ്പോഴേ വേറെ വർത്തമാനം വിശേഷം എല്ലാമായിട്ട് നമ്മൾ പള്ളിക്കകത്ത് തന്നെ വെച്ച് ആഘോഷിക്കാൻ തുടങ്ങും പരസ്പര സാന്നിധ്യങ്ങൾ. കർത്താവോ ആ ഏകാന്തത. ഇപ്പൊ ഇവിടെ ഈ വിശുദ്ധ പറയാണ്, എൻ്റെ ഉള്ളില് നിന്നെ ഞാൻ ഒരിക്കലും ഏകാഗിയായിട്ട് ഉപേക്ഷിക്കാതിരിക്കട്ടെ, അങ്ങയുടെ കൂടെ ഞാൻ എപ്പോഴും ആയിരിക്കട്ടെ. പ്രത്യുത എൻ്റെ വിശ്വാസത്തിൽ നിരന്തരം ജാഗ്രത പുലർത്തിക്കൊണ്ട് നിന്നെ സദാ ആരാധിച്ചുകൊണ്ട് നിന്റെ സൃഷ്ടികർമ്മത്തിനായി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുഴുവനായും പൂർണ്ണമായി അവിടെ ആയിരിക്കട്ടെ. അപ്പൊ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ തൃത്വകതയുമായുള്ള കൂട്ടായ്മ ഇതുപോലെ അനുഭവിക്കാൻ ആഗ്രഹിച്ചു. ഈ കൊച്ചു സഹോദരി അത് അനുഭവിക്കുകയും ചെയ്തു. അവിടെ പേര് പോലും അവർ മറന്നു ചേർന്നപ്പെടുത്തു, എലിസബത്ത് ഓഫ് ഹോളി ട്രിനിറ്റി. അപ്പൊ ഇതാണ് ഇവിടെ സഭ പഠിക്കുന്നത്. ഈ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ നിത്യതയിലെത്തണം, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ചേർന്ന് വരണം. അപ്പൊ പ്രത്യേകതയുമായിട്ടുള്ള കൂട്ടായ്മ ഇതൊരു വലിയ ആഗ്രഹമായിട്ട് നമുക്കൊന്ന് വളർത്തിയെടുക്കാം. ഈ എലിസബത്തിൻ വിശുദ്ധയുടെ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ. നിങ്ങൾക്ക് ഞങ്ങൾ നിർത്തി വെച്ച് എഴുതി പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കാൻ പറ്റുന്നു, എല്ലാം ഗൂഗിൾ നോക്കി കിട്ടുമായിരിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ പ്രാർത്ഥിച്ച് കയറാനായിട്ട്. അപ്പോൾ ആ തൃത്വത്തിലേക്ക് നമുക്ക് കൂടുതൽ നോക്കണം. നമുക്ക് അടുത്ത സെഷനിൽ അതിലേക്ക് കടന്നു വരാം മുന്നോട്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ദൈവികാരുണ്യ സന്നിധിയിൽ ഒരു നിമിഷം ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവോസ്തരൂപനായ ദിവികാരുടെ നാഥനായി ഞങ്ങളുടെ പക്കൽ കടന്നു വരുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ തിരു സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അങ്ങ് വന്ന് വസിക്കാനായിട്ട് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങയുള്ള സ്നേഹത്താൽ നിറഞ്ഞ് ഞങ്ങളുടെ വചനം പാലിച്ചുകൊണ്ട് ഞങ്ങൾ നീങ്ങുമ്പോഴാണ് അങ്ങേക്ക് ത്രിത്വൈക ദൈവമായി ഞങ്ങൾ വന്ന് വസിക്കാൻ സാധിക്കുന്നത് എന്ന് തിരുവചനത്തിലൂടെ അങ്ങ് വ്യക്തമാക്കിയിരിക്കുന്നല്ലോ. ഈശോ ഈ വലിയ ആത്മീയ രഹസ്യ ആഴത്തിൽ മനസ്സിലാക്കിയ പരിശുദ്ധത്വത്തിന്റെ എലിസബത്ത് എന്ന കൊച്ചു വിശുദ്ധയെ കുറിച്ച് ഞങ്ങൾ ഓർമ്മിക്കുന്നു. ആ സഹോദരിക്ക് കുഞ്ഞു പ്രായത്തിൽ കിട്ടിയ ബോധ്യങ്ങൾ, ആ ബോധ്യത്തിൽ അവർ കൊടുത്തതായ പ്രത്യുത്തരം, അതിന്റെ സമൃദ്ധിയിൽ കർത്താവിന്റെ കൃപ കൊണ്ട് നിറഞ്ഞ ആ സഹോദരൻ അനുഭവിച്ച കാര്യങ്ങൾ അവ ഞങ്ങൾ ആഗ്രഹത്തോടെ കൊതിയോടെ നോക്കുന്നു. അതുപോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയുവാനും അങ്ങയുടെ കൂടെ ഭൂമിയിൽ വെച്ച് തന്നെ ഒന്നായിട്ട് തീരുവാനും സ്വർഗത്തിന്റെ ഒരു പതിപ്പായിട്ട് ഈശോയെ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കാനും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട വാസ്തവമായ ഓരോരുത്തരുടെ ഉള്ളങ്ങൾ രൂപാന്തരപ്പെടാൻ എല്ലാം ഇടവരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ ഉലകത്തിലേക്ക് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ അന്തോനിസ്തയെക്കൊണ്ട് ഉന്നതമൊക്കെ നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ദൈവമേസ്ത കത്തോലിക്കാ സഭയുടെ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പല രൂപത്തില വാഗോൽ മണ്ഡപ ധ്യാന കേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും നിങ്ങളുടെ പരിശുദ്ധ പരമ ദീപികാരുടെ തിരുസാന്നിധ്യ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദ ദാസം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും കൂടെ വളരെ പ്രത്യേകമായി ലോകവ്യാപകമായി ദൈവരാജ്യത്തിനു വേണ്ടി ശേഖരിക്കുവാൻ പ്രാർത്ഥന വലയിറക്കുവാൻ ഉള്ളുകൊണ്ട് ചേർന്ന് ഈശോയ്ക്ക് ഒപ്പം പോരാടുന്ന ഓരോ സഹോദര സഹോദരിയോടും കൂടെ 100 ഇരട്ടിയായിട്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.